ന്യൂ ഇയർ ദിവസം നമ്മളെല്ലാവരും കേട്ടൊരു വിഷമകരമായിട്ടുള്ള ന്യൂസായിരുന്നു. കുട്ടി കർഷകൻ മാത്യു ബിന്നിയുടെ 13 പശുക്കൾ തൊഴുത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു നിലയിൽ കണ്ടത്. ഒരുപാട് പേര് ആ ന്യൂസ് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. ആക്ച്വലി എനിക്ക് ഈ മൃഗങ്ങൾ മരിച്ചു കിടക്കുന്ന വിഷ്വൽസ് ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ അവോയ്ഡ് ചെയ്യാറാണ്. പട്ടിക്ക് വിഷം കൊടുക്കുക, ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത്, എനിക്കെന്താ അറിയില്ല, മനുഷ്യന്മാരുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ ഞാൻ സെൻറ്റിമെൻ്റലാവുന്നത് മൃഗങ്ങളുടെ കേസ് വരുമ്പോൾ. സോ ഞാൻ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ ഇനീഷ്യലി തുറക്കാൻ പഠിച്ചു. പിന്നെ ന്യൂസ് എന്താ അറിയണമല്ലോ, അങ്ങനെ തുറന്നു നോക്കി. അത് കേട്ടപ്പോൾ നല്ല സങ്കടമായി. ആക്ച്വലി ഈ പയ്യനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വട്ടം നോട്ടീസ് ചെയ്തത്, സാധാരണ രീതിയിൽ ഞാൻ സർക്കാരിനെ വിമർശിക്കാറാണ് പതിവ്, നിങ്ങളും കണ്ടു കാണും. പക്ഷേ ഈ പയ്യൻ്റെ കേസിൽ ഒരു 2 കൊല്ലം മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം 22 23 പശുക്കളെ നോക്കി വളർത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹോദരങ്ങളുടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി കർഷകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, മാത്യു ബിന്നി എന്നുള്ള പേരിൽ. അപ്പോൾ ആ ന്യൂസ് ഞാൻ അന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എഗെയിൻ സെർച്ച് ചെയ്ത് ഞാൻ ഇന്ന് കണ്ടു. ഞാൻ അതിൻ്റെ ഒരു വിഷ്വലോടെ വയ്ക്കാം. കുട്ടി കർഷകൻ മാത്യു ബെന്നിക്കിനി ധൈര്യമായി പശുക്കളെ വളർത്താം, സർക്കാർ ഒപ്പമുണ്ട്. മാത്യു ബെന്നിയുടെ അതിജീവനത്തിന് താങ്ങായി സംസ്ഥാന സർക്കാരിന്റെ സ്നേഹകരങ്ങൾ. 13കാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി തൊടുപുഴ വെള്ളിയാമറ്റം കറുകപ്പള്ളി കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നിയുടെ പ്രതിസന്ധികളെ എതിരിട്ടുകൊണ്ടുള്ള 14 പശുക്കളുടെ പരിപാലന കഥ കേരള കൗമുദി ചാനലിലൂടെ ജനശ്രദ്ധയിൽ എത്തിയതിനെ തുടർന്നാണ് സഹായത്തിന് സ്നേഹകരങ്ങൾ എത്തിത്തുടങ്ങിയത്. വാർത്ത കണ്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പ്രത്യേക താല്പര്യമെടുത്ത് മാത്യുവിന് പരമാവധി പ്രോത്സാഹനം നൽകാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽപ്പെടുത്തി മാത്യുവിനുള്ള പദ്ധതികൾക്ക് ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് പ്രതിനിധികളും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനും മാത്യുവിന്റെ കഠിന പ്രയത്നം കേട്ടറിഞ്ഞ് മാത്യുവിനെ കാണാനെത്തിയത് കാലിത്തീറ്റ അടക്കം സമ്മാനവുമായിട്ടാണ്. 2-3 വർഷങ്ങൾക്ക് ഇപ്പുറം മാത്യു ബിന്നി എന്ന് പറഞ്ഞ ഈ പയ്യന് അവൻ നോക്കി വളർത്തിയിരുന്ന അവൻ്റെ പശുക്കളെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി. നമ്മുടെ കപ്പയുടെ തൊലി കൊടുത്ത സമയത്ത് അത് ഓവറായി കഴിച്ചതോ അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും ഒരു വിഷാംശം അതിൽ നിന്ന് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നൊരു ഇൻഫെക്ഷൻ, അങ്ങനെയാണ് പശുക്കൾ മരിച്ചു വീഴുന്നത്. ഓക്കെ, അപ്പോൾ ആ പയ്യൻ്റെ ഒരു സങ്കടം നിങ്ങളിപ്പോൾ, ഞാൻ വീട്ടിൽ ഡോഗ്സൊക്കെ ഉള്ള ഒരാളാണ്, അതേപോലെ മൃഗങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ലൈക്ക് മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുക, നമ്മൾ വളർത്തുന്നൊരു എനിക്ക് തന്നെ ഇപ്പം എൻ്റെ മനസ്സിലുള്ള പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലെ ഡോഗ്സിനൊക്കെ ഒരു 4-5 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 3, 4, 5 ഈ ഒരു വയസ്സിലാണ് അവരുള്ളത്. ഞാൻ ഇപ്പോഴും പലപ്പോഴായിട്ട് പറയുമ്പോൾ വീട്ടിലും പറയും, ഞാൻ അങ്ങനെ മനസ്സിലാലോചിക്കും, ഒരു 3-4 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഹെൽത്ത് ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യും, കാരണം ഒരു സാഹചര്യത്തിൽ അവരുടെ ലൈഫ് സ്പാൻ അത്രയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് മാക്സിമം നോക്കാൻ പറ്റുന്ന അത്രയും നോക്കുക. അവരില്ലാത്തൊരവസ്ഥ ഭയങ്കര. ഞാൻ ഇതിനിടയിൽ തന്നെ എൻ്റെ ഒരു ഡോഗ് പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി, തീർത്താ തീരാത്ത സങ്കടമായിരുന്നു എനിക്ക്. സോ ഈ പയ്യൻ്റെ ഒരു വേദന എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. നമുക്ക് ഈ പയ്യൻ സാധാരണ രീതിയിൽ മൃഗങ്ങൾ ചത്തു എന്നാണ് പറയുക, ഈ പയ്യൻ്റെ വായന അതുപോലും വരുന്നില്ല. ദാറ്റ് ഷോസ് ഹൗ ക്ലോസ് ഈസ്. പിന്നെ സ്നേഹിച്ച് വളർത്തിയ പശുക്കൾ പോകാമെന്ന് പറഞ്ഞ കാര്യമായിരുന്നു. 13 എണ്ണം പോയി. അപ്പം 2 എണ്ണത്തിന് തീറ്റ തിന്നാലൊരു മടിയും കൈക്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടിരിക്കും. ഇപ്പം പശുക്കളല്ലാതെ എത്തുമെന്നാണ് പറയുന്നത് കേട്ടത്. സ്നേഹിച്ച് വളർത്തിയതല്ലേ മരിച്ചു പോയത്, അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. രാത്രിക്ക് കപ്പത്തൊലി കുറച്ച് കൊടുത്തായിരുന്നു എല്ലാത്തിനും. അത് കഴിച്ച് വയറ്റിലേക്ക് ഇറക്കി താമസം എല്ലാം ഓരോന്ന് വീതം തെന്നി നിലത്തേക്ക് അടിച്ച് വീണ് പിടയ്ക്കാൻ തുടങ്ങി. അന്നേരം തന്നെ എല്ലാത്തിനും അഴിച്ച് പുറത്തേക്ക് പറ്റുന്ന എല്ലാത്തിനും അഴിച്ച് പുറത്തേക്കൊക്കെ ചടിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് പലരും ഇവിടെ സ്ഥലത്തുമില്ല. നൈറ്റുള്ള ഡോക്ടറിനെ വിളിച്ചിട്ട് ഡോക്ടർ വേറെ എങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് മടുത്തിട്ട് ഞാനാണെങ്കിൽ ചിഞ്ചൂറാണി അസിസ്റ്റൻ്റ് സൂര്യ മേഡം എന്ന് പറയും, ആ മേഡത്തെ വിളിച്ചപ്പം സൂര്യ മേഡത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ പറഞ്ഞ് അവർ ഡോക്ടറെ വിടുകയും ചെയ്തത്. അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ ആശുപത്രിയിലും പോവുകയും ചെയ്തു. നീയാണോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പശുക്കളെ നോക്കിക്കൊണ്ടിരിക്കണത്? എത്ര നാളായിട്ട് നീ തന്നെയാണ് നോക്കണേ? ഞാനിപ്പം 3 വർഷമായിട്ട്. അപ്പം മരിച്ച പിന്നെ 3 സ്കൂളിൽ പോകണ എങ്ങനെയാ? ചേട്ടാ കൊണ്ടുപോയിടും. ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ ആ പയ്യൻ പറയുന്നതിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവന് ചത്തു എന്ന് പറയാൻ പറ്റുന്നില്ല.
മരിച്ചു പോയി എന്നൊക്കെയാണ് അവൻ പറയുന്നത്. സോ അതന്നെ എത്ര ഭയങ്കര ക്ലോസ് ആവും. നമ്മൾ എന്താ പറയുക, നമ്മൾ നോക്കി വളർത്തുന്ന അത് ആ ഒരു ഫീലിംഗ് ഭയങ്കര സാഡാണ്. പിന്നെ നമ്മൾ ഇന്ന് കണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സങ്കടം ഭയങ്കരമായിട്ട് തന്ന ന്യൂസ് ഇന്ന് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പേര് നടൻ ജയറാം വന്നിട്ടുണ്ടായിരുന്നു. ജയറാമിൻ്റെ ലൈഫിൽ ഇതേപോലുള്ളൊരു സിറ്റുവേഷൻ അനുഭവിച്ചത് പറയുന്നുണ്ടായിരുന്നു. ചിഞ്ചുറാണി നമ്മുടെ മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മിനിസ്റ്റർ ചിഞ്ചുറാണി മിനിസ്റ്ററാണ് അവിടെ എത്തിയത്. അവർ ഓൾറെഡി ഒരു 5 പശു അങ്ങനെ എന്തോ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊരു പ്രൊട്ടക്ഷൻ പ്ലാൻ, ഒരു ഇൻഷുറൻസും എടുത്തിട്ടില്ല ഈ കുട്ടികൾ തോന്നുന്നുണ്ട് പശുവിൻ്റെ കേസിൽ. അതുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇവർക്ക് ഫണ്ട് കൂടുതൽ കിട്ടുമായിരിക്കും. ബട്ട് അതില്ലെങ്കിൽ പോലും സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് മിനിസ്റ്റർ അവിടെ വന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. സോ അതെന്തായാലും അവർ കൊടുക്കും. കാരണം വെറും വാഗ്ദാനത്തിൽ ഇരിക്കില്ല, കൊടുക്കും തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. ഓക്കെ, ആൻഡ് മിൽമ ഒരു 45,000 രൂപ മിൽമയുടെ വക അവർ കൊടുത്തിട്ടുണ്ട്. യൂസഫ് അലി സാറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ അതല്ലാതെ ഇപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകം കൂടി ഇതിൽ, രാഷ്ട്രീയക്കാരല്ല, ബിസിനസ്സുകാരല്ല, സിനിമാക്കാർ കൂടി ഇൻവോൾവ് ആയിട്ട് ഈ കുട്ടിയെ സഹായിക്കുന്നു എന്ന് കാണുന്നതിലും കേൾക്കുന്നതിലും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ ഈ മൊമെൻറ്റിൽ. ആൻഡ് ജയറാം എന്ന് വന്നതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. ജയറാമിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റും കൂടി അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവനനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത്. അതിനെല്ലാം ഉണ്ടായത് വയറ് വീർത്ത് 4 കാലും മുകളിലേക്ക് വരും. നാക്കിന്നൊരു നൊരയും വന്നില്ലേ, അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് ഇത് ചാവുന്നത്. ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു നഷ്ടം, കാരണം എൻ്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല, എല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എൻ്റെ മോളും മോനും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞാൽ, മാത്രമല്ല ആ 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയം അതായിരിക്കാം. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു, എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ്. ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു, നിർമ്മാതാവിനെ വിളിച്ചു, സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവലിനെ വിളിച്ചു, ഓൺലൈൻ ചെയ്യായിരുന്ന മഹേഷ് ബാബുവിനെ വിളിച്ചു. എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് എത്തിയത്. ഓക്കെ, എന്താണെങ്കിലും സിനിമ പ്രൊമോഷൻ അങ്ങനെ നടന്നില്ലെങ്കിലും ഇതിലൂടെ എന്താണെങ്കിലും ആളുകൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പലരും ചെയ്ത് പല രീതിയിലുള്ള സാധനങ്ങൾ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്വന്തം ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് കണ്ണിൻ്റെ മുന്നിൽ വേറൊരാൾക്ക് നടക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടത്തിൽ നിന്ന് അത് മാറ്റി വെച്ച്, ഓക്കെ അതിൻ്റെ ഫണ്ടോ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സിനിമയ്ക്ക് ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ഹൈപ്പ് ഇനി കിട്ടാനില്ല. പക്ഷേ ഇതൊരു പോസിറ്റീവ് ഹൈപ്പായിട്ടാണ് ഞാൻ കാണുന്നത് സീരിയസ്ലി. കാരണം ട്രെയിലർ ലോഞ്ചും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ നടത്താം. ഇതിന് വില്ലിങ് ആയിട്ട് വന്ന ആളുകളും അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കാണിച്ചൊരു മനസ്സും ഐ റിയലി അപ്രീഷിയേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ജയറാം എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്നു. ആൻഡ് കൂട്ടത്തിൽ നമ്മുടെ മമ്മൂക്കിയും പൃഥ്വിരാജും ഒക്കെ കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ജയറാമേട്ടൻ പറയുന്നുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ മമ്മൂക്ക വരണ്ട, നാളെ എബ്രഹാം ഹോസ്ലിൻ്റെ ഫംഗ്ഷൻ ഇല്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെച്ചിരുന്ന 5 ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് പശുക്കൾ പോയതെന്നൊക്കെ. ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ, മമ്മൂട്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ 2 പശുക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവും എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു 50,000 രൂപ ഒരു പശുവിനാവും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ
2 പശുക്കൾ എൻ്റെ വക കൊടുത്തേക്കണം, ഞാൻ ഇപ്പോൾ ഒരു ആൾ വഴി തൊടുവഴിയിൽ നിന്ന് പൈസ കൊടുത്ത് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ. പൃഥ്വിരാജ് നാളെ ഈ ഫംഗ്ഷന് വേണ്ടി വരായിരുന്നതാണ്. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് 2 ലക്ഷം രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ആരുവശെങ്കിൽ ഇന്ന് തന്നെ കൊടുത്തയച്ചത്. വെരി ഗുഡ് ടു സീ ലൈക്ക് പൃഥ്വിരാജ്, മമ്മൂക്ക, ജയറാം, സർക്കാരാണെങ്കിലും ഇപ്പോൾ യൂസഫ് അലി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ യങ് ഫാർമറിനെ ലൈക്ക് ആ ഒരു പയ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് അത് അവൻ്റെ ആ ഒരു എന്താ പറയുക, അവൻ്റെ ലൈഫിൽ തന്നെ അതൊരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും. ആൻഡ് ഇത് ഭയങ്കര എക്സാമ്പിൾ സെറ്റ് ചെയ്യും. ഞാൻ പറയുമ്പോൾ കർഷകരെ തലയിൽ കയറി നിന്ന് അടിച്ചമർത്തുന്ന പരിപാടിയല്ല, കൂടുതലായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇന്ന് ഫിറോസ് ഖാൻ്റെ അവിടെ ചെന്ന് ആ ചീരേൻ്റെ കൃഷിയൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. സോ ദാറ്റ് റിയലി മോട്ടിവേറ്റ്. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് കയറി വരും. ഓൾറെഡി എൻ്റെ ഡോഗ്സ്, പക്ഷേ ഞാൻ അവരെ അങ്ങനെയല്ല, ഡോഗ്സിനെ ഞാൻ എൻ്റെ ഫാമിലി മാതിരി കാണുന്നതാണ്. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഫോർ മീ. അല്ലാതെ തന്നെ നമുക്ക് ഈ കൃഷിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ദാറ്റ് റിയലി ഹെൽപ്സ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ഈ ഒരു ലൈഫിൻ്റെ സ്റ്റേജിൽ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. കാരണം പണ്ടത്തെ പോലെയല്ല, ലൈക്ക് ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രെസ്ഡ് ഔട്ടായി പോകുന്നുണ്ട് ചില സിറ്റുവേഷനിൽ. സോ അത് കുറച്ച് മൈൻഡ് സെറ്റിലാക്കാൻ ഇതൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ സന്തോഷം കൂടുതലായിട്ട് കിട്ടും തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ കണ്ടൊരു സങ്കട ന്യൂസിൽ നിന്ന് ഇന്നൊരു സന്തോഷം തരുന്ന ന്യൂസിലേക്ക് ഇത് എത്തി എന്നുള്ളതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം തരുന്നുണ്ട്.